ഒരുപാട് നേരമായിരുന്നു താൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട്. മനുഷ്യൻ ഇവിടെ വിഷമം ചത്തിരുന്നാലും സമയത്തിന് ഫുഡ് കൊണ്ടുവന്നുള്ള ചിന്ത തനിക്കില്ലേ? മാഡം വരുന്ന വഴിക്ക് വണ്ടി ഒരു ചെറിയ ആക്സിഡന്റ്, അല്ലാതെ മനഃപൂർവ്വം വൈകിപ്പിച്ചൊന്നുമല്ല. ഞാൻ 3 ഐറ്റം ഓർഡർ ചെയ്തായിരുന്നല്ലോ. ഇത് 2 ഉള്ളൂ. ബാക്കി ഒരെണ്ണം എവിടെ? അത് കാണും മാഡം. ഹോട്ടലിൽ തന്ന പൊതി ഞാൻ അങ്ങനെയും കൊണ്ടുവന്ന. അപ്പൊ ഞാൻ കള്ളത്തരം പറയുന്നതാണോ താൻ പറയുന്നത്? തന്നെ പോലെ യൂസ്ലെസ് ആയിട്ടുള്ള സ്റ്റാഫിനെ എടുത്ത അവരെ പറഞ്ഞാൽ മതി. മാഡം, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഓർഡർ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത്. കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന ഫുഡ് മോഷ്ടിച്ച് കഴിക്കുന്നതാണോ തന്റെ കഷ്ടപ്പാട്? വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം മാഡം. ഞാൻ ചെയ്യുന്ന ജോലി സിൻസിയറായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുള്ളതുകൊണ്ടാണ് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചു. എനിക്ക് തന്നെ സങ്കടങ്ങളൊന്നും കേൾക്കണ്ട. ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എനിക്ക് കിട്ടണം. അതെ മാഡം, ഞാൻ ഇതിൽ നിന്നൊന്നും മോട്ടിച്ചിട്ടില്ല. മാഡം ആ ഹോട്ടലിലോട്ടൊന്ന് വിളിച്ചു നോക്കിയിട്ട് പറ. ഹലോ, ഞാൻ കുറച്ചു നേരം മുമ്പേ സ്വിഗ്ഗി ആപ്പ് വഴി ഞാൻ 4 പെറോട്ട, ബീഫ്, അൽഫാം ഓർഡർ. മാഡം സോറി, നമ്മളങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. മാഡത്തിന്റെ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അഡ്രസ്സ് എന്നാൽ നമ്മളങ്ങോട്ട് എത്തിക്കാം. സോറി കേട്ടോ. കുഴപ്പമില്ല മാഡം. ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്തും മഴയത്തും നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നവരാണ് ഞങ്ങൾ. വിശന്നിരിക്കുന്നവരുടെ അടുത്തേക്ക് ആഹാരം കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും മോട്ടിക്കാൻ പറ്റുന്നതാണ്. ഇതിരിക്കട്ടെ. ജോലിയെല്ലാം കഴിഞ്ഞു ചേച്ചി? ഓ, ഒന്നും കഴിഞ്ഞില്ലെന്നേ. തുണിയെല്ലാം കഴുകാൻ കിടക്കുന്നു. ഇനിയിപ്പോ കൊച്ചുമോള് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. ശിവ ഇപ്പോഴും ഡെലിവറി ബോയ് ആയിട്ടാണോ ജോലി ചെയ്യുന്നത്? അത് പിന്നെ ഗൾഫിലോട്ടുള്ള വിസ വരുന്നത് വരെ തൽക്കാലത്തേക്ക് അതുവരെ വെറുതെ ഇവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പോകുന്നതാ. ഓ, അവനോട് ഗൾഫിൽ ജോലി ആയോ ചേച്ചി? പിന്നെ ജോലി ആവാണ്ടിരിക്കുവോ? അവൻ എഞ്ചിനീയർ അല്ലേ. നല്ല ശമ്പളത്തിൽ വലിയ കമ്പനിയിലാ ജോലി എന്നാ മോൻ പറഞ്ഞത്. പിന്നെ മോള് വരാറായി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്റെ മോനെ, നീ പിന്നെ ഇതും നോക്കി കുത്തിയിരിക്കുകയാണോ? എടാ, ഇതും കൊണ്ടിരിക്കാതെ നീ പുറത്തോട്ടെങ്ങാനും വേറെ വല്ല ജോലിക്കും ട്രൈ ചെയ്യ്. ഇവിടെ ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ബയോഡേറ്റ അയച്ചു കൊടുത്തോണ്ടിരിക്കും. നീ പിന്നെയും തുടങ്ങിയോ ഈ ബയോഡേറ്റ അയക്കല്? എടാ, നിനക്ക് ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നീ ഇങ്ങനെ ഓരോരോ കമ്പനിയായിട്ട് കയറി ഇറങ്ങി നടന്നിട്ട് കാര്യമില്ല. നീ പുറത്തോട്ടെങ്ങാനും പോയിട്ട് അവിടെ വല്ല കമ്പനിയിലും കയറാൻ നോക്ക്. അമ്മ, എൻ്റെ കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് പുറത്തോട്ട് പോകാൻ താല്പര്യമില്ല. ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുള്ളൂ. പിന്നെ ഇക്കാര്യം പറഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്ത? അതെ, ഡെലിവറി എടുക്കാൻ സമയമായി. ഞാൻ വരുമ്പോൾ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നോളൂ. ഓ, എന്നാ പിന്നെ നീ ഇവിടെ കുത്തിയിരുന്ന് പഴയതും ആലോചിച്ച് ജീവിതം നശിപ്പിച്ചോ. എനിക്കൊന്നും പറയാനില്ല. മാഡം, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഞാനിവിടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ആ ആ ആ വേഗം പോകാം കേട്ടോ. എടാ, നീയോ? ആ ക്യാമ്പസ് സെലക്ഷൻ എന്നാ ഞാൻ നിന്നെ അവസാനമായിട്ട് കണ്ടത്. എത്ര നാളായടാ? അല്ല, നീ ഒന്ന് ക്യാമ്പസ് സെലക്ഷൻ വഴി കയറിയത് ഡെലിവറി ബോയ് ആയിട്ടായിരുന്നോ? നമ്മുടെ കോളേജ് ഗ്രൂപ്പിലില്ലാത്ത ആകെ ഒരാൾ നീയാ. ഞാൻ എന്തായാലും നിന്റെ ഒരു വീഡിയോ എടുത്തു വെച്ചേക്കാം, ആ ഗ്രൂപ്പിലിടാലോ. ശരിക്കും നിന്നെ കണ്ടതേ എനിക്കൊരു അത്ഭുതമായിപ്പോയി. നീ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു 20 രൂപയെ ടിപ്പ് ആഡ് ചെയ്തേക്കാം. അത് നീ ഫുഡ് കൊണ്ടുവന്നതിനല്ല, നീ ഞങ്ങൾക്ക് തന്ന മോട്ടിവേഷന്, നിന്റെ മാർക്ക് കണ്ടിട്ടേ വാശിയോടെ പഠിക്കാൻ പ്രേരിപ്പിച്ചേനെ. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും നല്ല കമ്പനിയിൽ ജോലി കിട്ടിയ. പിന്നെ നിന്റെ ഒടുക്കലത്തെ ഉപദേശവും. ഇന്നെന്തായാലും ഗ്രൂപ്പിൽ ഉണർത്താതെ കണ്ടന്റ് കിട്ടി എനിക്ക്. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ, നീ എങ്ങനെ ഡെലിവറി ബോയ് ആയി? ജീവിതമല്ലേ രേഷ്മ, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ചിലവർക്ക് എല്ലാം നേടിയ കോൺഫിഡൻസിൽ ജീവിതം അവസാനം വരെ ചെയ്യുക. മറ്റു ചിലരുടെ ജീവിതം ചിലപ്പോൾ ചെറുതായിട്ട് താളം തെറ്റില്ല. അങ്ങനെ താളം തെറ്റിയ ജീവിതം എന്താ ഒഴിച്ചു പോട്ടാ. കണ്ടേ സന്തോഷം.
പാല് കുടിക്കുക. ഇന്ന് ആൻറ്റി അങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമുക്ക് വിഷമായ. മക്കളെ, ഞാൻ കാര്യമായിട്ടാണ് ചോദിക്കുന്നത്. അച്ഛൻ ഇങ്ങനെ ഡെലിവറി പണിക്ക് പോകുന്നതും ചുറ്റി കിടക്കുന്നതും നിനക്ക് ഇഷ്ടമല്ലേ? അച്ഛൻ ഡെലിവറി ജോലിക്കാണ് പോണേന്ന് സ്കൂളിലുള്ള ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ വലിയൊരു കമ്പനിയുടെ മാനേജർ എന്നാണ്. അല്ലെങ്കിൽ എന്നെ കൂട്ടുകാർ കളിയാക്കും. എനിക്ക് നാണക്കേടാ. മക്കള് പാല് കുടി. വീട്ടിൽ അവിടുന്ന് അയ്യേ, എന്ത് മനുഷ്യ നിങ്ങൾക്ക്? കേട്ടോ, അതിനുള്ള പ്രായം. ഈ പ്രായത്തിൽ എനിക്ക് ഇക്ലി ആയിക്കൂടെ? എടി, ഞാൻ നിന്നെ പോലെ അല്ല, ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആണ്. എന്നൊന്ന് കെട്ടിപ്പിടിച്ചു നോക്കൂ. എനിക്ക് ഇക്കിളിയൊന്നും ആവൂലല്ലോ. നിന്നെ ഒരിക്കൽ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടായ ഇക്ലിയാ. ഇപ്പൊ ഈ വയറിൽ വളരുന്നു. അയ്യേ, പോ മനുഷ്യ. മോൾ ഇന്നൊന്നും പറഞ്ഞില്ലേടി? നമുക്ക് മോൻ മതി. അതാവുമ്പേ വയസ്സാം കാലത്ത് എന്നെയും നിങ്ങളെയും അവൻ പൊന്നുപോലെ ആവും. ആണായാലും പെണ്ണായാലും ദൈവം എന്ത് തന്നാലും നമ്മളത് കൈ നീട്ടി സ്വീകരിക്കും. ചവിട്ടുന്നു. സന്തോഷം കൊണ്ടായിരിക്കും. ചിലപ്പോഴേ നിങ്ങൾ പറഞ്ഞതേ അവൻ കേട്ടിട്ടുണ്ടായിരിക്കും. ചേട്ടാ, അവൻ ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം ചവിട്ടൂന്ന് അറിയോ? അവനും ആഗ്രഹം കാണുമെന്നേ, ഇത്രയും നല്ല ശബ്ദമുള്ള അച്ഛൻ ആരാണെന്ന് കാണാനും അവനെ 9 മാസം വയറ്റിലിട്ട് ഇങ്ങനെ വളർത്തുന്ന അമ്മ ആരാണെന്ന് അറിയാനും. നിന്നെ കാണാനേ ഞങ്ങൾ എൻ്റെ ഒരു നല്ല വെയിറ്റിംഗാ. കുഞ്ഞ് വന്നതിന് ശേഷം എനിക്കും ജോലിക്ക് പോകണം. കാരണം ഒരുപാട് ചെലവുള്ളതാ. നീ ജോലിക്കൊന്നും പോണ്ട. ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആരോഗ്യം നന്നായിട്ട് നോക്കണം. പിന്നെ നിന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കാനേ നല്ലൊരു ജോലി കിട്ടുന്നു. നമ്മൾ ശരിക്കും ജീവിച്ചു തുടങ്ങുന്നത് നമ്മൾ കല്യാണം കഴിക്കുന്നതല്ല, നമ്മളിലൂടെ കുഞ്ഞി ഭൂമിയിലേക്ക് വരുമ്പോഴാണ്. ഇനിയാ നമ്മുടെ ലൈഫ് തുടങ്ങാൻ പോകുന്നത്. പോട്ടാ, വൈകിട്ട് നേരത്തെ വരുമോ? ഒരു ഉമ്മ വന്ന നേരത്തെ. എൻ്റെ പെങ്ങൾ മരിച്ചിട്ട് ഇപ്പോൾ 7 വർഷമായി. ഇനിയെങ്കിലും ഇതെല്ലാം മറന്നിട്ട് നല്ലൊരു ജോലി കണ്ടെത്തി അല്ലെങ്കിൽ ജീവിച്ചൂടെ? അളിയാ, ലൈഫ് ഇനിയും മുന്നോട്ടുണ്ട് ഒരുപാട്. എനിക്ക് മരണം വരെ അവളെ മറക്കാൻ പറ്റുള്ളത്. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എൻ്റെ പിള്ളേക്ക് വേണ്ടി മാത്രം. ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ആരോഗ്യമുള്ള കൊച്ചിനെ ദൈവം തന്നു. അവളെ നന്നായിട്ട് പഠിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കിട്ടുന്ന പണിക്കൊക്കെ ഞാൻ പോകുന്നു. തുഴഞ്ഞ് ഇതുവരെയുള്ള എൻ്റെ സേവിങ്സ് എല്ലാം തീർന്നു. ഇപ്പോൾ ഈ ഡെലിവറി പണിയല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. അഭിപ്രായം പറയുന്നവർക്ക് എന്തും പറയാം. ജീവിതം ജീവിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ ഈ ജോലി ഒന്ന് കളഞ്ഞിട്ട് വേറെ നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. ഞാൻ ശ്രമിക്കുന്നില്ലെന്നാണ് നീ വിചാരിക്കുന്നത്? എടാ, അവൾ മരിച്ച സമയത്ത് ഒന്നും പറയാതെ കമ്പനി വിട്ട് ഇറങ്ങേണ്ടി വന്നു എനിക്ക്. അന്നത്തെ ഒരു മാനസികാവസ്ഥ അതായിരുന്നു. അത് മനസ്സിലാക്കാത്ത MD എനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഈ കേസ് ഇപ്പോഴും കോടതി കിടക്കുന്നുണ്ടല്ലേ ഞാനിപ്പോൾ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്താലും ക്ലിയറൻസ് കിട്ടാത്തത്. എടോ, താൻ എത്ര എൻ്റെ കാല് പിടിച്ചാലും എനിക്ക് ജോലി തരാൻ ബുദ്ധിമുട്ടാണ്. സാർ, അങ്ങനെ പറയരുത്. എനിക്ക് ജോലിയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ പഴയ കമ്പനിക്ക് വേണ്ടി ഞാൻ നല്ലപോലെ പണിയെടുത്തതാണ്. എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ പഴയ കമ്പനി നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അത് ക്ലിയർ ആവാതെ വല്ലതും നടക്കുമോ? സാർ, ഇത് അവരൊരു ദേഷ്യത്തിന് പുറത്ത് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്ത് നല്ലൊരു ജോലി നോക്കാൻ നോക്കുക. അല്ലെങ്കിൽ അളിയൻ പുറത്തോട്ട് പോകും. കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് അളിയൻ പേടിക്കണ്ട. ഞങ്ങൾ പോയിക്കോണം, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? പറ്റില്ലടാ പെങ്കൊച്ച, അവൾ എൻ്റെ കൂടെ തന്നെ വേണം. നിൻ്റെ പെങ്ങൾക്ക് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും കൊച്ചിനെ തനിച്ചാക്കി ഒരിടത്തും പോകില്ല. ഹലോ, എന്തോ? ഞാൻ നോക്കാം. ശരിക്കും നിന്നെ കണ്ടതേ എനിക്കൊരു അത്ഭുതമായി പോയി. അളിയാ, ഞാനൊരു 20 കളിയനല്ലേ? ടിപ്പ് ആഡ് ചെയ്തേക്കാം.
അതിൽ ഈ ഫുഡ് കൊണ്ടുവരുന്നതിനല്ല, നീ ഞങ്ങൾക്ക് തന്ന മോട്ടിവേഷന്, നിന്റെ മാർക്ക് കണ്ടിട്ടേ വാശിയോടെ പഠിക്കാൻ പ്രേരിപ്പിച്ചേനെ. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും നല്ല കമ്പനിയിൽ ജോലി കിട്ടിയത്. മോളെ നീ യൂണിഫോം ഇട്. ഇന്ന് പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉള്ളതല്ലേ, പെട്ടെന്ന് പോണ്ടേ? അച്ഛൻ വരണ്ട ഈ പേരന്റ്സ് മീറ്റിങ്ങിന്. ഞാൻ വരാതെ പിന്നെ ആര് വരാനാ മോളെ? വേറെ ആര് വന്നാലും അച്ഛൻ വരണ്ട. അതെന്താടാ? ആ വീഡിയോ എന്റെ സ്കൂളിലുള്ള ഫ്രണ്ട്സും പിന്നീട് അവിടെ പേരന്റ്സും എല്ലാരും കണ്ടു കാണും. അതുകൊണ്ട് അച്ഛൻ വരുന്നത് എനിക്ക് നാണക്കേടാ. ഞാൻ അമ്മൂമ്മയും കൊണ്ട് പൊക്കോളാം. മക്കളെ ഞാനാണ്ടാ വരേണ്ടത്, അമ്മമ്മയല്ല. അച്ഛൻ വരണ്ട, അമ്മൂമ്മ വന്നാ മതി. ഉണ്ട് കേട്ടോ. ബ്രോ, ആ നിങ്ങളല്ലേ മറ്റേ വയറിലെ ഡെലിവറി ബോയ്? ആ ഹതഭാഗ്യം ഞാൻ തന്നെ. ബ്രോയിനെ കളിയാക്കിയ സ്ത്രീ നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞത്? ഇതാ ബ്രോയുടെ മോളെ? അതെ. അല്ല, ഇതെന്റെ അങ്കിളാ. ശരി സർ. അണ്ണാ, എന്റെ മോൾ ഇവിടെ ദിവസം നിൽക്കും. ഇന്ന് വരാൻ കുറച്ച് വൈകിപ്പോയി. അവളെ കണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. പിള്ളേരെ വിളിക്കാൻ നിങ്ങൾ സമയത്തിന് കാലത്തെ വരണ്ടേ? ആമാ, ഒരേ കൊച്ചു വീട്ടിൽ വന്നു, നീങ്ങി വാ. വീട്ടിൽ വന്നോ? ആ ശരി, ഞാൻ വരുന്നത്. അവള് വീട്ടിൽ എത്തിയിരുന്നു. നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമല്ല. അതാണ് കൊച്ചു തനിയെ വീട്ടിൽ പോയത്. ശരി. മോളെന്താ അച്ഛനോട് പറയാതെ വന്നേ? എനിക്ക് എന്റെ അച്ഛന്റെ അടുത്ത് ഇരിക്കാനും ഇതാണ് എന്റെ അച്ഛൻ എന്ന് പറയാനും എനിക്ക് ഇഷ്ടമല്ല. എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കി തുടങ്ങി അമ്മൂമ്മ. മോള് വിഷമിക്കണ്ട കേട്ടോ. മോക്കറിയോ മോളുടെ അച്ഛനും അമ്മയും എന്തോരം സ്നേഹത്തിലായിരുന്നു എന്ന്? മോളുടെ അച്ഛന് നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല ശമ്പളം ഉണ്ടായിരുന്നു. മോക്കൊരു 2 വയസ്സുള്ളപ്പോഴാ മോളുടെ അമ്മ മരിച്ചുപോയത്. കഴിഞ്ഞ് എപ്പോഴും മോളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാ അച്ഛൻ ഈ ജോലിക്ക് പോണേ. ഈ ലോകത്ത് സ്വന്തം മക്കളെ നോക്കാത്ത എത്ര അച്ഛനും അമ്മയുണ്ടെന്നറിയോ? അതൊന്നും പറഞ്ഞാൽ മോക്ക് മനസ്സിലാവില്ല. അച്ഛന് മോളെന്ന് വെച്ചാൽ ജീവനാ. മോക്ക് വേണ്ടിയിട്ടാ അവൻ ഓടി നടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ. എൻ്റെ മോള് അച്ഛനെ വിഷമിപ്പിക്കരുത് കേട്ടോ. മോളെ, നീ എന്തെന്ന് പറയാ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ? അച്ഛാ,